ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദ പിതാക്കന്മാരെ, മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, വളരെ വൈജ്ഞാനികവും ആകർഷകവുമായ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടിരിക്കുകയാണ്. പൗരോഹിത്യം ആഗോളവൽക്കരണ യുഗത്തിൽ എന്നുള്ളതായിരുന്നു വിഷയം. തുടർന്ന് നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ വേദശാസ്ത്ര ബോധ്യങ്ങളും പൗരോഹിത്യ ശീലങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചനെ സ്വാഗതം ചെയ്യും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, ശമാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ഒരിക്കൽ കൂടെ മലങ്കര സഭയുടെ പൗരോഹിത്യ നേതൃത്വത്തിന് പരിശുദ്ധൻ്റെ കവറിങ്ങിനെ സാക്ഷിയാക്കി കൂടി വരുവാൻ ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ ലഭ്യമാകുന്ന അനുഗ്രഹകരമായ അവസരമോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാലം ചെയ്ത പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനിയുടെ ഓർമ്മയെ ഉണർത്തുന്നതായ ഈ നഗറിൽ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പാകെ എൻ്റെ തലകൾ വണക്കുകയും മധ്യസ്ഥത തേടുകയും ചെയ്യുന്നു. കാത്തിരിപ്പിൻ്റെ നാളുകളുടെ അവസാനത്തിൽ പെന്തിക്കോസ്തിയിൽ നാമെല്ലാം തലകുനിച്ച് കുമ്പിട്ട് കിടന്ന് പരിശുദ്ധാത്മ നിറവനായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിളിയുടെയും നിയോഗത്തിൻ്റെയും പുതുക്കത്തിനും ശക്തീകരണത്തിനും വേണ്ടിയാണ്. ഈ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ നാം വിളിച്ചു പറയുന്നു. തല കുനിയുന്നതും തലകുനിക്കുന്നതും പ്രാർത്ഥന സ്വീകരിക്കുന്നതിനു വേണ്ടി ജനത്തിൻ്റെ മുമ്പാകെ തല നാം വണക്കുന്നുണ്ട്. മറ്റുള്ളവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി തല വണക്കുന്നു. സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടാനും ദൈവവചനത്തെ ശിരസ സ്വീകരിക്കുന്നുവെന്ന പ്രതീകാത്മകമായി അറിയിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായും പട്ടക്കുട സമയത്ത് നാം തലകുനിച്ചു നിന്നു. നമ്മുടെ തലയിൽ ഊതി പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവാനിടയായി. വിശുദ്ധ എവൻഗേലിയോൻ ശിരസിൽ വഹിച്ചുകൊണ്ട് അത് വായിച്ച് കേൾക്കുവാനിടയായി. വീണ്ടും പെന്തിക്കോസ്തിയിൽ തലകുനിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി വിളിയും പട്ടംകൊടയുമൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ തക്കവണ്ണമുള്ള ശക്തി സ്വീകരിക്കുവാനായിട്ട്. പരിശുദ്ധാത്മാവ് കൂടുതൽ സത്യത്തിലേക്ക് നമ്മെ വഴി നയിക്കുന്നതാണ്. ആത്മാവ് നമ്മെ നടത്തുമ്പോൾ മറ്റ് ഉപദേശകരുടെയും ടീച്ചേഴ്സിൻ്റെയും പോലും ആവശ്യമില്ല എന്ന് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിന്ന് അത്ര താല്പര്യം വരാൻ സാധ്യതയില്ലാത്തതായ ഒരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് ലഭ്യമായിട്ടുള്ളത്. സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പലപ്പോഴും നാം ഒക്കെ ടാറ്റ പറയുന്ന ഒരു വിഷയമാണ് വേദശാസ്ത്ര ചിന്തകളൊക്കെ. ദൈവശാസ്ത്ര ബോധ്യങ്ങളും പൗരോഹിത്യ ജീവിതശൈലിയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുവാനായിട്ടുള്ളത്. ശീലത്തെക്കുറിച്ച് വളരെയധികം കേൾക്കുവാനും ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടുമിടയായി. ശീലം രൂപപ്പെടുന്ന വളക്കൂറുള്ള മണ്ണാണല്ലോ ബോധ്യം. നല്ല വിശ്വാസ സത്യങ്ങളുടെ ബോധ്യത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ നിന്നാണ് നല്ല ശീലവും ശൈലിയുമൊക്കെ രൂപപ്പെട്ട് വളരേണ്ടത്. നല്ല ബോധ്യമുള്ള ആളുകൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ അവർ വരും തലമുറകൾക്കായിട്ട് ആവിഷ്കരിച്ച് തന്നിട്ടുള്ളതാണ് നമ്മുടെയൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനമെന്നുള്ളത്. തിരുവചനത്തിൽ ലഭ്യമായിട്ടുള്ള സത്യങ്ങൾ
ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചറിഞ്ഞതുമൊക്കെയാണെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ആരാധനയിലൂടെ ഈ സത്യങ്ങൾ മറ്റൊരു രീതിയിൽ ബോധ്യപ്പെട്ടത് ആവിഷ്കരിച്ച് തന്നിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ സംരക്ഷകരും പരികർമ്മികളുമാണ് നാം ഇന്ന്. അതുപോലെ വിശ്വാസ പ്രമാണത്തിലൂടെ ഈ ബോധ്യങ്ങൾ വളരെ സംക്ഷിപ്തമായി മനോഹരമായി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമായി തീർന്നു. വിശുദ്ധ ജീവിതത്തിലൂടെ ഈ സത്യവിശ്വാസ ബോധ്യങ്ങളെ ആവിഷ്കരിക്കുവാനായിട്ട് അനേകർക്ക് സാധ്യമായി. വേദശാസ്ത്ര ചിന്തകളൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും രൂപപ്പെട്ടത് ഈ ബോധ്യങ്ങളെ ഉലയ്ക്കുന്ന, ഈ ബോധ്യങ്ങളെ വെല്ലുവിളിക്കുന്നതായ വിഷയങ്ങൾ രൂപപ്പെട്ട സന്ദർഭത്തിലായിരുന്നു. ഇന്നും സത്യവിശ്വാസ ബോധ്യങ്ങളെ ഉലയ്ക്കുന്ന, തളർത്തുന്ന, തകർക്കുന്ന, നിർവീര്യമാക്കുന്ന, ദുർബലപ്പെടുത്തുന്നതായ പല ഘടകങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബോധ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മ സഹായത്തോടെ ചിന്തിക്കുവാനായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സത്യവിശ്വാസ ബോധ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതായ 4-5 കാര്യങ്ങളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതായ ഉപഭോഗ സംസ്കാരത്തിൻ്റെ, കമ്പോള സംസ്കാരത്തിൻ്റെ സ്വാധീനം മാത്രമല്ല, അതുപോലെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന പല വിഷയങ്ങളുമുണ്ട്. ഒന്ന്, ഒരു സെക്കുലർ ഐഡിയോളജിയുടെ ശക്തമായിരിക്കുന്ന സ്വാധീനം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ യുക്തി കേന്ദ്രീകൃതമായിട്ട് ശക്തമായി വളർന്നതായ യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് മൂവ്മെന്റ് സഭയുടെ അധികാരത്തിന്റെ ദുർവിനിയോഗത്തിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു നീക്കമായിരുന്നു നമുക്കറിയാം. ദൈവത്തോട് യാതൊരു ബന്ധവും പുലർത്താതെ ഈ പ്രപഞ്ചത്തെയും ഇതിലെ സമസ്ത കാര്യങ്ങളെയും വിശദീകരിക്കുവാനായിട്ടുള്ളതായ ഈ ഒരു സെക്കുലർ ഐഡിയോളജിയുടെ സ്വാധീനം ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെ, ഇന്നത്തെ എല്ലാ ലോകത്തിന്റെ വ്യാപാരങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അഭിവന്യ കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിന് മനോഹരമായിരിക്കുന്ന ഒരു ടൈറ്റിൽ കൊടുത്തു, എ ലൈറ്റ് ടു ബ്രൈറ്റ്. ടു ബ്രൈറ്റ് ലൈറ്റ് ബ്ലൈൻഡ്സ് മെനി പീപ്പിൾ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പലരുടെയും കണ്ണുകളുടെ കാഴ്ച നശിപ്പിക്കുന്നുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന പകൽ വെളിച്ചത്തിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാൻ പറ്റാതെ പോകുന്നു. ഈ ഭൗതിക സംസ്കാരത്തിന്റെ, സെക്കുലർ ഐഡിയോളജിയുടെ ശക്തമായിരിക്കുന്ന വെളിച്ചത്തിൽ ഈ ലോകത്തെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അദൃശ്യമായിരിക്കുന്ന വിശ്വാസത്തിന്റെ നക്ഷത്രങ്ങളെ, ആധ്യാത്മികമായിരിക്കുന്നതായ അനുഭവങ്ങളെ വേണ്ട രീതിയിൽ കാണാൻ പറ്റാതെ പോകുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിന് സെക്കുലർ എന്നുള്ള അഡ്ജക്റ്റീവ് കൊടുക്കുമ്പോൾ അതിനെ നമുക്കധികം എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മതങ്ങളോട് വിവേചനമില്ലാത്തതായ ഒരു നിലപാടിനെ അറിയിക്കുന്നതാണ്. എന്നാൽ സെക്കുലർ ഐഡിയോളജി, ആ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ളത് മറ്റൊരു മതമാണ്. ഈ ഭൗതിക ലോകവും കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യമെന്ന് പറയുന്നതായ ആ ഒരു ചിന്തയും സംസ്കാരവുമാണ്. ഈ അടുത്തയിടെ ഒരു വിദേശയാത്രയിൽ ഒരു കുടുംബം വളരെ വേദനയോടെ വന്ന് പറയുകയുണ്ടായി, മോൻ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്നതാണ്, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ അവൻ പള്ളിയിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, പ്രാർത്ഥനയില്ല. നിങ്ങൾ ഈ പറയുന്നതായ ദൈവീയ കാര്യങ്ങളും ക്രിസ്തുവും പ്രവർത്തനങ്ങളും എല്ലാം ഒരു മിത്താണ്, അടിസ്ഥാനരഹിതമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധൈര്യമായിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അകത്തങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിലും പറഞ്ഞെന്ന് വരികയില്ല. കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിക്കുന്നതായ കുഞ്ഞുങ്ങൾ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ സ്വാധീനത്തിൽ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ടുള്ള ധാരാളം തകർച്ചകളുടെ അനുഭവങ്ങളുണ്ട്. ഭൗതിക സംസ്കാരത്തിന്റെ അടിമത്തത്തിൽ ഇതിനോട് ചേർന്ന് വരുന്നതായ ഒരു അനുഭവമാണ് ഒരു അഗ്നോസ്റ്റിസിസത്തിന്റെ അനുഭവം.
ഈ ആദിമ നൂറ്റാണ്ടുകൾ ക്രിസ്തീയ സഭ നേരിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വേദവിപരീതമായിട്ട് ഗ്നോസ്റ്റിസിസം പറയാറുണ്ട്, ജ്ഞാനവാദം. എന്നാൽ ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ ഉള്ളിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അഗ്നോസ്റ്റിസിസം. ഇത് ഗ്നോസ്റ്റിസിസത്തിനെതിരായിട്ടുള്ള സംഗതിയല്ല. അഗ്നോസ്റ്റിസിസം എന്നുള്ളൊരു വാക്ക് 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി ബോധ്യമില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ദൈവിക കാര്യങ്ങൾ സത്യമായിരിക്കാം, അല്ലായിരിക്കാം. ഒന്നും ഉറപ്പില്ലാത്തതായ ഇങ്ങനെയുള്ളതായ ഒരു ചാഞ്ചല്യത്തിന്റെ അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അഗ്നോസ്റ്റിസിസം. ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള ആളുകൾ അഗ്നോസ്റ്റിക് ആണെന്ന് പറയും. പക്ഷേ സഭയ്ക്കുള്ളിൽ തന്നെ അഗ്നോസ്റ്റിസിസത്തിന്റെ സ്വാധീനം ശക്തമായി വരുന്നില്ല എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. കാരണം നാം ഈ പറയുന്ന വിശ്വാസ സത്യങ്ങൾ അത് 21-ാം നൂറ്റാണ്ടില് മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും പ്രസക്തമായിട്ടുള്ളതുമാണെന്ന് തികഞ്ഞ ബോധ്യത്തിൽ പറയാനും അത് അനുഭവിക്കാനും തക്കവണ്ണം സാധിക്കുന്ന ഒരു അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റി ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. അത് ഈ വിശ്വാസത്തിന്റെ ബോധ്യത്തെ തളർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. അതിൽ ഓർത്തോപ്രാക്സിസ് ഇല്ലാത്ത ഓർത്തഡോക്സി വരും. അനുഷ്ഠാനങ്ങൾ അനുസരണമില്ലാതെ തുടരുമ്പോൾ ഈ കാര്യങ്ങളിലുള്ള വിശ്വാസം പുതിയ തലമുറകൾക്ക് തളർന്നു തുടങ്ങും. അതുപോലെ തന്നെ സുഖഭോഗ സുവിശേഷത്തിന്റെ അടിമത്തത്തിലേക്ക് ക്രിസ്തീയ സമൂഹം പോലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നാം ഈ ഉയർത്തിപ്പിടിക്കുന്നതായ വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ജിമ്മി കാർട്ടർ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്, അമേരിക്കയിൽ വളർന്നു വരുന്ന ഈ ഒരു ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റിയെ പുറമേയുള്ള വൈകാരിക അനുഭവങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നതായ ക്രിസ്തീയ അനുഭവത്തെ വളരെയധികം വിമർശിച്ചു പറയുന്നു. അമേരിക്കയിൽ 2 തരം ക്രിസ്ത്യാനിറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന്, ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്രിസ്തീയ അനുഭവം. മറ്റത് വളരെ വൈകാരികമായിരിക്കുന്ന അനുഭൂതികളിലും സുഖാനുഭവങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഒരു ക്രിസ്തീയത. ആ കൂട്ടത്തിലല്ല ഞാനും എൻ്റെ മാതാപിതാക്കളും ഒക്കെ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹം ധാരാളം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാക്സിസ് വിത്തൗട്ട് ഓർത്തഡോക്സി എന്നുള്ളതും ഈ വിശ്വാസ സത്യത്തിന്റെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നായിട്ട് നാം കാണേണ്ടതാണെന്ന് തോന്നുന്നു. ഇന്ന് ഇന്ത്യയിലെ ദൈവശാസ്ത്ര ചിന്തകൾ, പ്രത്യേകിച്ച് സറാംപൂർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ലിബറേഷൻ പേഴ്സ്പെക്റ്റീവിൽ ശക്തമായി ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നതായ ദൈവശാസ്ത്ര ചിന്തകളാണ്. ദളിതരുടെയും സ്ത്രീകളുടെയും അവഗണിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും വിമോചനത്തിനു വേണ്ടി ശക്തമായി ഒരുക്കുന്നതായ ഒരു ദൈവശാസ്ത്ര ചിന്ത ഈ സറാംപൂർ സിസ്റ്റത്തിൽ വരുന്നതായ 40-48 കോഴ്സുകളിലും നന്നായിട്ട് സന്നിവേശിപ്പിക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ടതായ ഈ അടുത്തിടെ നടന്ന ചർച്ചകളിലും ചിന്തകളിലുമെല്ലാം ഞങ്ങൾ ഉയർത്താൻ ശ്രമിച്ചതായ ഒരു ചോദ്യം, ഇതിന് പിൻബലം കൊടുക്കുന്നതായ ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതായ ബോധ്യവും കൂടെ രൂപപ്പെടുത്തുവാൻ സാധിക്കണ്ടേ? ഓർത്തഡോക്സി ഇല്ലാത്ത ഓർത്തോപ്രാക്സിസ് കുറെ കഴിയുമ്പോൾ ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് യൂറോപ്പിലൊക്കെ സംഭവിച്ചത്. ബോൺഹോഫറെ പോലെയുള്ളവർ പറഞ്ഞു, ദൈവം തന്നെയാണ് ഒരു സെക്കുലർ ഏജിലേക്ക് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ദൈവം ഒരു ഹൈപ്പോത്തിസിസ് ആയി മാറട്ടെ, ദൈവത്തെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് പരാമർശിക്കാതെ തന്നെ വളരെ നല്ല ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലൂടെ ഈ ലോകത്തെ രൂപപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഓർത്തഡോക്സിയും അടിസ്ഥാനപരമായ ക്രിസ്തീയ സത്യവിശ്വാസങ്ങളെയും നിരാകരിക്കാനും അത് നിസ്സാരവൽക്കരിക്കാനുമുള്ളതായ നീക്കങ്ങൾ അവസാനം ഓർത്തോപ്രാക്സിസും പോയി ഓർത്തഡോക്സിയും പോയി പൂർണ്ണമായിട്ടും സെക്കുലറൈസ്ഡ് ആയി തീരുന്നതായ ഒരു അനുഭവത്തിലേക്ക് നീങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ദുർബലപ്പെടുത്തുന്നതായ ഘടകമാണ് ബഹുത്വവാദം. പ്ലൂറലിസ്റ്റിക് കൾച്ചറിനെ കുറിച്ച് ഇന്ന് നമ്മൾ വളരെയധികം കോൺഷ്യസ് ആണ്. നമ്മൾ 10-20 നൂറ്റാണ്ടായിട്ട് ഈ കേരളത്തില് ഒരു പ്ലൂറലിസ്റ്റിക് കൾച്ചറിൽ മറ്റു മതങ്ങളോട് നല്ല സഹവർത്തിത്വത്തിൽ ഒരുമിച്ച് കഴിഞ്ഞു വന്നതാണ്. എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിലും ബോധ്യത്തിലും ഉറച്ചു നിലനിന്നിരുന്നു. എന്നാൽ ഇന്നത്തെ പൊതുവെയുള്ള ദൈവശാസ്ത്ര ചിന്തകളിൽ കാണുന്നത് ഈ പ്ലൂറലിസ്റ്റിക് കോണ്ടസ്റ്റിൽ ശക്തമായി ക്രിസ്തീയ വിശ്വാസ ബോധ്യങ്ങൾ പറയാനായിട്ട് മടി കാണിക്കുന്നതായിട്ടാണ്. കാരണം അങ്ങനെയുള്ളതായ ബോധ്യങ്ങളിൽ നിലപാടുകൾ എടുക്കുമ്പോൾ ഈ പ്ലൂറലിസ്റ്റിക് കോണ്ടസ്റ്റിൽ അത് ഒരു ഫനാറ്റിസിസമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. മറ്റ് മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ പഠനങ്ങളും ചിന്തകളും എല്ലാം ചേർത്ത് വെച്ച് എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെയാണ്. വൈവിധ്യങ്ങൾ ശ്രദ്ധേയമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്നത് അത് ഫണ്ടമെന്റലിസമാണ്, വർഗീയതയാണ്, മതമൗലികവാദമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നതായ ഒരു ടെംപ്റ്റേഷനുണ്ട്. അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെയുള്ളവർ ഇങ്ങനെയുള്ളതായ പശ്ചാത്തലത്തിൽ പറയുന്നത്, I am deeply committed to my Orthodox Christianity and at the same time I am open to all religions and all ideologies. ഓർത്തഡോക്സ് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളോടും മതങ്ങളോടും ഒരു തുറന്ന സമീപനം എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഫണ്ടമെന്റൽ ആയിരിക്കുന്ന ട്രൂത്ത്സിനോടുള്ളതായ പ്രതിബദ്ധതയും മതമൗലികവാദവും വേർതിരിച്ച് നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കേണ്ടതാണ്. ഇതിനെ കൂട്ടിക്കുഴച്ച് വിശ്വാസബോധ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നത് വളരെ അപകടകരമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ചില വിശ്വാസ ബോധ്യങ്ങളെ, വേദശാസ്ത്ര സത്യങ്ങളെ ഒന്ന് പുനർവായന നടത്തുവാനും വ്യാഖ്യാനം നടത്തുവാനായിട്ടും ഒരു ശ്രമം നടത്താം. വിശ്വാസ പ്രമാണത്തിൻ്റെ ആരംഭത്തിലെ തന്നെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിശ്വാസ സത്യമാണ് കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവമെന്നുള്ളത്. സ്നേഹപൂർവ്വം കരുണയോടെ ദൈവം സൃഷ്ടി നടത്തി എന്നുള്ളത് പറയുന്നതും പ്രഖ്യാപിക്കുന്നതും ഉദ്ഘോഷിക്കുന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സത്യമാണ്. എന്താണ് ഈ കാണപ്പെടാത്തവ? ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും, കാണുന്നതും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എന്ന് പറയും. കാണപ്പെടാത്തവ സ്പിരിച്വൽ വേൾഡ്, മാലാഖമാരുടെ തലമെന്നൊക്കെ മാത്രം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഈ ദൃശ്യമെന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ തന്നെ എത്ര ഭാഗമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട് തുടങ്ങി വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നക്ഷത്രങ്ങളുടെയും, ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുടെയും പ്ലാനറ്റ്സിൻ്റെയും മുഴുവൻ പദാർത്ഥങ്ങൾ കൂട്ടി കണക്ക് കൂട്ടിയാൽ ആകെക്കൂടെ കാണാൻ സാധ്യതയുള്ള ദൃശ്യമായിരിക്കുന്ന ദ്രവ്യമെന്ന് പറയുന്നത് 5% മാത്രമാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 95% ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണെന്ന് പറയുന്നു. ഇതുവരെ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ഉപകരണങ്ങൾ കൊണ്ടും വേണ്ട രീതിയിൽ പഠിക്കാൻ കഴിയാത്തതായ ഡാർക്ക് മാറ്റർ, കാണപ്പെടാത്തതായ കാര്യങ്ങൾ ഇനിയും എത്രയോ അധികം ഈ സൃഷ്ടിയിൽ തന്നെ കിടക്കുകയാണ്. കാണുന്നതും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കും ദൈവം. 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിലൂടെ ആരംഭം കുറിച്ചതായ ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നയോളം ഈ സൃഷ്ടിയുടെ രൂപവികാസങ്ങളിൽ കൂടെ നിൽക്കുന്നതായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മുടെ ആരാധനയിലും നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനയിൽ നാം പറയുന്നു, തിരുശരീരക്തങ്ങൾ ഉയർത്തി ആഘോഷിച്ചുകൊണ്ട് കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ഇത് ഈ സൃഷ്ടിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഷനിലും വികാസങ്ങളിലും മുഴുവൻ
സന്നിഹിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളതായ സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ വലിയൊരു ദർശനം നമുക്കിതിലൂടെ ലഭിക്കുകയാണ്. ഈ പിതാവിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ മനുഷ്യർ മാത്രമല്ല, സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയെ പോലെ, പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ പോലെ പക്ഷികളും മൃഗങ്ങളും വൃക്ഷലതാദികളും മനുഷ്യരും എല്ലാം ഉൾക്കൊള്ളുന്ന, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതായ ആ വലിയ വിശ്വസാഹോദര്യത്തിന്റെ വക്താക്കളും പരികർമ്മികളുമായിട്ട് നിലകൊള്ളുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ ആരാധനയിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതിയിരിക്കുന്നതായ ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. അത്ര വിശാലമായിരിക്കുന്ന സാഹോദര്യബോധം ഉണർത്തുവാനായിട്ട് ഈ വിശ്വാസ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മെ എത്രമാത്രം പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ ഊർജത്തിന്റെ കോൺക്രീറ്റ് എക്സ്പ്രഷനായിരിക്കുന്നതായ ഈ പ്രപഞ്ചം, നാം കാണുന്നതായ ഈ സൃഷ്ടി ദൈവത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എത്ര ആദരവോടെ നാം കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പരിശുദ്ധ പരുവല തിരുമേനി ഉപയോഗിച്ചതായ ഒരു പായോ കിടക്കയോ എത്ര ആദരപൂർവമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. പശ്ചിമ ഘട്ടം ഈ ലോകത്തിലെ ജൈവ സമ്പത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രതീകമാണ്. ആ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി ഈ ബോധ്യത്തിൽ കർഷകരോടന്ന് പറയുമായിരുന്നു, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കുറേ സ്ഥലം വെറുതെ ഇടണം. അവിടെ കളകളും വിളകളും എല്ലാം വിളയട്ടെ, എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നത് കൊണ്ട് എല്ലാത്തരം കൃഷികൾക്കും പക്ഷിമൃഗാദികൾക്കും ഇഴയന്തുക്കൾക്കും ഒക്കെ ഉള്ളതായ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പറയുന്നതിനൊക്കെ മുമ്പേ നമ്മുടെ ഈ സംസ്ഥാനത്തില്, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളില് കാവുകളുടെ ആ അനുഭവത്തിലൂടെ നിലനിർത്തപ്പെട്ടതായ ഒരു പാരമ്പര്യമാണ്. ഒരു വലിയ കാവായിട്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ ചർച്ച നടക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ നിയമ സാമാജികരും ചില സഭകളും ശക്തമായ നിലപാടുകൾ എടുക്കുന്നു. മാധവ് ഗാഡ്ഗിലിനെ പോലെ ഇന്ത്യയിലെ പ്രസിദ്ധനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കാര്യമായ ശാസ്ത്രീയ പഠനങ്ങൾ ഒരു ടീമായിട്ട് നടത്തി കേന്ദ്ര ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായിരിക്കുന്ന ബഹളങ്ങൾ നമുക്കറിയാം. അത് കർഷക വിരുദ്ധമാണ്, വികസന വിരുദ്ധമാണ്, എന്തെല്ലാം ബഹളങ്ങളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് പഠിക്കുമ്പോൾ അറിയാം, വളരെയധികം ജൈവ വൈവിധ്യങ്ങളും സമ്പത്തുമുള്ളതായ ഒരു പ്രദേശം. അത് കേരളത്തിന്റെ സഹ്യപർവ്വത നിരകൾ മാത്രമല്ല, 6 സംസ്ഥാനങ്ങൾക്ക് പൊതുവെ പ്രയോജനപ്പെടുന്നതായ ഒരു നീണ്ട പശ്ചിമഘട്ടമാണത്. തമിഴ്നാടിനും ഗുജറാത്തിനും ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും കേരളത്തിനുമെല്ലാം പൊതുവെ പ്രയോജനപ്പെടുന്നതായ ഈ ഒരു എക്കോളജിക്കൽ കൺസേണിലുള്ളതായ റിപ്പോർട്ടിനെ കുറിച്ച് വളരെ റിച്ചായിരിക്കുന്നതായ ഒരു എക്കോ തിയോളജി പുലർത്തുന്നതായ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും അഭിപ്രായം പറയാനും തക്കവണ്ണം തീർച്ചയായിട്ടും ഒരു ചുമതലയുണ്ട്, ഒരു ദൗത്യമുണ്ട് എന്ന് തോന്നുന്നു. വികസന വിരുദ്ധമായിട്ട് അത് കൂടുതൽ പഠിക്കുമ്പോൾ തോന്നുകയില്ല. മുന്നോട്ട് കേരളത്തെ പോലെയുള്ളതായ ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവിടെയുള്ളതായ കുത്തക കമ്പോളക്കാരുടെ നുഴഞ്ഞുകയറ്റങ്ങളും അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻസും ഒക്കെ കാർഗിലും ഗാഡ്ഗിലും ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. കാർഗിലിലേക്ക് നുഴഞ്ഞു കയറിയവരെ അവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടുള്ള ഇന്ത്യയുടെ വിജയകരമായ യുദ്ധമാണ് കാർഗിൽ യുദ്ധം എന്നറിയുന്നത്. ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായതായ റിപ്പോർട്ട് ആ വിധത്തിൽ ഉള്ളതായ എക്സ്പ്ലോയിറ്റേഷൻസിനെതിരെയുള്ളതായ ശക്തമായിരിക്കുന്ന ഒരു പടപ്പുറപ്പാടാണ്. അതിനെതിരെയാണ് സ്വാർത്ഥ താല്പര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി സഭയും
അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ പലരും നിലപാടുകളെടുത്തത്. അതിനെ വെള്ളം ഒഴിച്ച് നിർവീര്യപ്പെടുത്തി മറ്റൊരു റിപ്പോർട്ട് കൊണ്ടുവരാനായിട്ട് നിർബന്ധങ്ങളുണ്ടാക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതിനെതിരെ പോലും നിലപാടുകൾ വരുന്നു. ഇവിടെ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുവാനും തക്കവണ്ണം നമുക്കൊരു ചുമതലയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. രണ്ടാമത്, ഈ വിശ്വാസ പ്രമാണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, സത്യവിശ്വാസ ബോധ്യങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ വ്യക്തമാകുന്നതായ ഒരു ബോധ്യമാണ് ത്രിയേക സ്നേഹ സമൂഹമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. വിശ്വാസ പ്രമാണത്തിൽ മാത്രമല്ല, ആരാധനയിലുടനീളം എപ്പോഴും ഇതിനെ ഉദ്ഘോഷിക്കുന്ന പുരോഹിതന്മാരാണ് നമ്മൾ. ഏറ്റവും അധികം ശുഭഹോ പറയുന്നവരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയർപ്പിക്കുന്നവരാണ്. ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു നിത്യേക സമൂഹമാണ്, സ്നേഹസമൂഹമാണ് ദൈവമെന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ബോധ്യമാണ്. ആരും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. പരസ്പരം കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്ത് ഒരുമിച്ച് ചേർന്ന് നിന്ന് സൃഷ്ടിയും രക്ഷയും ഇതിൻ്റെ പൂർത്തീകരണവും നടത്തുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ച് വിശുദ്ധന്മാർ കാര്യമായി പഠിപ്പിക്കുകയുണ്ടായി. രക്ഷയും ദൈവശാസ്ത്രവും തമ്മിൽ വളരെ ശക്തമായി ബന്ധപ്പെടുത്തിയാണ് ആദിമ നൂറ്റാണ്ടുകളിൽ പിതാക്കന്മാർ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയത്. ഈ ക്രിസ്റ്റോളജിയും അതുപോലെ ട്രിനിറ്റേറിയൻ തിയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഈ ന്യൂമാകളെ കുറിച്ചൊക്കെ ഇത്രയും ആഴമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ചെല്ലാം ഇത്രയധികം ആരാധനയിൽ പോലും കൊണ്ടുവന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. മനുഷ്യന്റെ രക്ഷ ഉറപ്പാക്കുവാൻ തക്കവണ്ണം പശ്ചാത്തലമൊരുക്കുന്നതായ ആ ശക്തമായിരിക്കുന്ന ബോധ്യത്തെ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവർ ഒരുക്കമല്ലായിരുന്നു. ഭാരതീയ പശ്ചാത്തലത്തിൽ ഊസിയായും ഹിപ്പോസ്റ്റാസിസും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സച്ചിദാനന്ദ കൺസെപ്റ്റിൽ ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചു. ഇതിന്റെ പ്രായോഗികമായിരിക്കുന്ന മാനങ്ങൾ കൊണ്ടുവരാനായിട്ട് അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയെ പോലെയുള്ളവർ ശ്രമിച്ചു. തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റിയും ഷെയറിംഗ് ഗോഡ് ഷെയറിംഗ് വേൾഡ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കില് ഒരു ഓർത്തഡോക്സ് സെമിനാരിയിൽ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു സഹപാഠി വിവാഹത്തെക്കുറിച്ചൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ചൈൽഡ്ലെസ് മാര്യേജ് ആണോ താല്പര്യമെന്ന് എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കും. ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രയോഗം തന്നെ കേൾക്കുന്നത്. ചൈൽഡ്ലെസ് മാര്യേജ്, മാര്യേജ്ലെസ് ചിൽഡ്രനും ചൈൽഡും ഒക്കെയാണ് ഇന്നത്തെ ചിന്ത. അതുപോലെ തന്നെ വിവാഹം കൂടാതെ 40ഉം 45ഉം വയസ്സായിട്ടും കഴിയുന്ന നമ്മുടെ യുവ തലമുറകളുടെ എണ്ണം പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റുമൊക്കെ കൂടി വരുന്നു എന്നുള്ളത് വേദനയോടെ നാം ഓർക്കേണ്ട കാര്യമാണ്. ഈ തൃത്വത്തോട് ബന്ധപ്പെടുത്തി ഇതൊക്കെ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഈ തൃത്വത്തെക്കുറിച്ചുള്ളതായ ദർശനം ഇത്ര ശക്തമായി ഉദ്ഘോഷിക്കുന്ന ഒരു സമൂഹം കുടുംബത്തിന്റെ ഐക്യവും ഇടവകയുടെ ഐക്യവും ഉറപ്പാക്കാൻ തക്കവണ്ണം ബദ്ധശ്രദ്ധരാകും. ശക്തമായ ഒരു ഇൻഡിവിജ്വലിസത്തിന്റെ വ്യക്തികേന്ദ്രിതമായിരിക്കുന്നതായ ഒരു സംസ്കാരത്തിന്റെ സ്വാധീനം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്യാപിറ്റലിസ്റ്റിക് കൾച്ചറിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അനുഭവത്തെക്കുറിച്ച് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഇടവകകളിലെ, കുടുംബങ്ങളിലെ, സമൂഹത്തിലെ വ്യക്തികേന്ദ്രിതമായിരിക്കുന്ന അനുഭവങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഈ തൃത്വദർശനം എത്രമാത്രം ശക്തീകരിക്കുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ തൃത്വത്തിന്റെ ഇമേജിലാണ് എന്നുള്ളതും നമ്മൾ പഠിപ്പിക്കുന്നതായ വസ്തുതയാണ്. തൃത്വത്തെക്കുറിച്ച് ധാരാളം ഉപമകളും ഇമേജസും ഒക്കെ ഉപയോഗിക്കുന്നു. എത്ര ഉപയോഗിച്ചാലും വ്യക്തമാകാത്ത, എത്ര പറഞ്ഞാലും മനസ്സിലാകുകയില്ലാത്ത കാര്യമാണെങ്കിലും അനുഭവിച്ച് അറിയാനും ഈ ഫെലോഷിപ്പിന്റെ ഐക്യത്തിന്റെ സുപ്രീം മോഡലായിട്ട് ഇത് കാണിച്ചു കൊടുക്കാനും തക്കവണ്ണമുള്ളൊരു ചുമതലയുണ്ട്. നാം ആരെ ആരാധിക്കുന്നുവോ
അയാളുടെ സ്വഭാവത്തിലേക്കും ഭാവത്തിലേക്കും വരാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകിൽ ആരാധനയ്ക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നാം അപ്ഹോൾഡ് ചെയ്യുന്ന, മുറുകെ പിടിക്കുന്നതായ വിശ്വാസ സത്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. 20 നൂറ്റാണ്ടുകളായിട്ട് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ തലമുറകളായിട്ട് പറയുന്ന ഈ ആരാധനയുടെയും വിശ്വാസ സത്യത്തിൻ്റെയും കുഴപ്പമല്ല. അതിനെ വേണ്ട രീതിയിൽ ബോധ്യപ്പെട്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനും അതിനെ ജീവിത ശൈലിയാക്കി മാറ്റാനും സാധിക്കാത്തതിൻ്റെ അനുഭവങ്ങളും പ്രശ്നങ്ങളുമാണുള്ളത്. അതുപോലെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവദർശന ചിന്തയില് അനന്തമായ സാധ്യതകളുടെ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചാണ് ഓർക്കുവാനായിട്ടുള്ളത്. സെക്കുലർ ആന്ത്രോപോളജിയിൽ പൊതുവെ നമ്മൾ നോക്കുമ്പം പുറമെ കാണുന്ന ദൃശ്യമായിരിക്കുന്ന മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെ മാത്രം കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ മനുഷ്യൻ എന്തായിരിക്കുന്നു, പ്രത്യേകിച്ച് കുറച്ചും കൂടെ മൃഗത്തോട് ചേർത്ത് പഠിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്, മൃഗജാലങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്താൻ തക്കവണ്ണം ഡാർവിനെ പോലെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ആധുനിക കാലഘട്ടത്തിൽ കുറേയധികം സഹായിച്ചു. അതിനെ കൂടുതൽ ശക്തീകരിക്കുന്നതായിരുന്നു പിന്നീടുള്ള സെക്കുലർ ചിന്തകരുടെ പലരുടെയും കോൺട്രിബ്യൂഷൻസ്. ഡാർവിനെ പോലെയുള്ളവരുടെ ചിന്തകളിൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം സംഭാവന നൽകിയത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് അവർ ഡിസയേഴ്സ് ആൻഡ് വിഷസ്, അതാണ് സർവപ്രധാനം. ആ വിധത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൃഗവുമായിട്ട് എന്താണ് വ്യത്യാസം വരുന്നത്? ബേസിക് ഇൻസ്റ്റിങ്സിനെ യഥാസമയം ഫുൾഫിൽ ചെയ്യാൻ തക്കവണ്ണമുള്ളതായ ഒരോട്ടമാണ് മൃഗങ്ങളിലൊക്കെയും പൊതുവെ കാണുന്നത്. ഈ അടുത്തയിടെ കേട്ട ദുഃഖകരമായ മറ്റൊരു കഥ ഓർപ്പിക്കട്ടെ. വളരെയധികം അടുത്തറിയാവുന്ന നല്ല ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നതായ ഒരു കുടുംബമാണ്. 3 മക്കളുണ്ട്. ഇപ്പോൾ പിരിയാൻ ഒരുങ്ങുകയാണ്. അടുത്തയിടയിലാണ് അറിഞ്ഞത് 2 മക്കൾ ആ പിതാവിൽ നിന്നുള്ളതല്ല, വേറൊരാളുടെ ആണെന്ന്. സംശയത്തിൽ DNA ടെസ്റ്റ് നടത്തി. നമ്മുടെ സഭാംഗമായിരിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. DNA ടെസ്റ്റ് നടത്തിയപ്പോൾ 3 മക്കളിൽ 2 പേർ വേറൊരാളുടെ ആണെന്ന് അറിയുന്നു. ആ അമ്മയ്ക്ക്, ഭാര്യയ്ക്ക് ഈ കാര്യത്തിൽ യാതൊരു കൂസലുമില്ല. വിവാഹമോചനമാണെങ്കിലാകാം. അനുതാപബോധമില്ലാത്ത ഇങ്ങനെയുള്ള ഒരു തലങ്ങളിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും കഥകളും ഇനി നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യനിലെ സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കുന്നതായ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആന്ത്രോപോളജി നാം ഓർക്കേണ്ടതായിട്ടുള്ളത്. ക്രിസ്തീയ ദൈവശാസ്ത്രം ഊന്നൽ നൽകുന്നത് മനുഷ്യൻ എന്തായിത്തീരണമെന്നുള്ളതിനെ കുറിച്ചാണ്. എന്തായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എന്താകാൻ സാധ്യതയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണല്ലോ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സാദൃശ്യത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന 1-2 പദങ്ങൾ: 1 സർഗാത്മകത, 2 സ്വാതന്ത്ര്യം. ഇതാണ് മനുഷ്യനിലെ സാധ്യത, ക്രിയേറ്റിവിറ്റി. സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, അവന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കലയും സാഹിത്യവും ആർക്കിടെക്ചറും ഒക്കെ രൂപപ്പെടുത്തി ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ തന്നെ മാറ്റി റീക്രിയേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ളതായ കഴിവാണ്. ഫിലിമിനെയും നോവൽസിനെയും ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാനും വിമർശന വിധേയമാക്കാനുമുള്ളതായ ഒരു ദൗത്യവും കൂടെ പൗരോഹിത്യ ശുശ്രൂഷയിലും സഭാ നേതൃത്വം കൊടുക്കുന്നവർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് പെട്ടെന്ന് പറയണ്ടെന്ന് ആലോചിച്ചാൽ മതി. പൊതുവെ ഒരു നിഷേധാത്മക കാപട്യഭാവം ഈ സിനിമയോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഓർക്കേണ്ടതാണ്. വളരെയധികം പഠന വിഷയമാക്കേണ്ടതായ എത്രയോ ഫിലിമുകൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഗോഡ്സ് ഓൺ കൺട്രി പോലെയുള്ള ഫിലിം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള സർഗാത്മകമായിരിക്കുന്നതായ അനുഭവങ്ങളെ വിലയിരുത്താനും വിമർശിക്കാനും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും വിലയിരുത്താനും തക്കവണ്ണുള്ളതായ ചുമതലയും ദൗത്യവും കുറേയും കൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ എന്നുള്ളത് ഓർക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യമെന്ന് ഓർപ്പിച്ചു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പാപമോചനം, ദൈവ സംസർഗം, സൽപ്രവൃത്തി അല്ലെങ്കിൽ സൽഗുണപൂർണത, ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെയുള്ളവർ പറയുന്നു. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും ദൈവീകരണത്തിൽ വളർത്താനും തക്കവണ്ണമുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് വളർത്താനും പൂർണ്ണതയിലേക്ക് വളരുന്ന മനുഷ്യന്റെ ഭാവം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുമുള്ള നിയോഗമാണ് നമുക്കുള്ളത്. കേവലം ഭൗതിക സുഖസൗകര്യങ്ങളുടെ വർജനവിന് വേണ്ടി മാത്രം ആർജനത്തിന്റെ ഒരു തത്വം പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ആർജനത്തിന്റെ നിത്യേന ഉത്സാഹിച്ച് ആർജിക്കേണ്ടതിന്റെ ഡയറക്ഷൻ മാറ്റിവിടുന്നതായ ഒരു ദർശനമാണ് ഈ ദൈവീകരണ ചിന്ത. പരിശുദ്ധ പരുമല തിരുമേനിയോ അല്ലെങ്കിൽ പരിശുദ്ധ ദിദിമോസ് ബാബ തിരുമേനിയോ ഒക്കെ ജീവിതാന്ത്യം വരെ നിരന്തരം ആത്മീയ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു. നിരന്തരം ആത്മാവിൽ നിറയാൻ തക്കവണ്ണമുള്ള അന്വേഷണങ്ങൾ, ഭൗതിക സൗകര്യങ്ങളുടെ വളർച്ചയ്ക്കും വർധനവിനും വേണ്ടി മാത്രം നിരന്തരം അന്വേഷിക്കുന്ന ആർജനം നടത്തുന്നതായ ഒരു സംസ്കാരത്തിന്റെ നടുവിൽ ഇതിന്റെ ആവശ്യകത എന്താണ്? മനുഷ്യനെ കുറിച്ചുള്ള ആയിത്തീരേണ്ട ദൈവീകരണത്തിന്റെ വലിയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇതിന് നമുക്ക് ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പരിശുദ്ധ വലിയമാർ ബെസേലിയോസ് അതുപോലെയുള്ള പിതാക്കന്മാരും സാദൃശ്യവും സ്വരൂപവും വേർതിരിച്ച് അല്പം ഒന്ന് വ്യതിരക്തമായിട്ട് തന്നെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവശാസ്ത്ര ചിന്ത നടത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്. സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സാദൃശ്യം ദൈവം നൽകിയിട്ടുള്ള സാധ്യതകളാണ്, അതെല്ലാ മനുഷ്യർക്കും ഒരുപോലെയുണ്ട്. സ്വരൂപം ആയിത്തീരേണ്ട അനുഭവമാണ്. അത് ഓരോ വ്യക്തിയുടെയും ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ്. സാദൃശ്യം കൊണ്ട് വലിയ നേട്ടം പറയാനില്ല, അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ. സ്വരൂപത്തിലേക്ക് തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു ജീവിതശൈലിയും ആത്മീയ നടപടികളുമാണ് ഈ പറഞ്ഞ ദർശനത്തെ ഈ നൂറ്റാണ്ടിലും സാധൂകരിക്കുന്നതും പ്രസക്തമാക്കുന്നതും. പുരോഹിതനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ചിന്തയിൽ ഇതിനോട് ബന്ധപ്പെടുത്തി ഓർക്കേണ്ട കാര്യം, വിശുദ്ധ കുർബാന പുറമേ നിന്ന് നോക്കുമ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് കാണുന്നെങ്കിലും അത് കർത്താവിന്റെ ശരീരവും രക്തവുമാണെന്നതുപോലെ പുരോഹിതൻ പുറമേ നിന്ന് നോക്കുമ്പോൾ വേഷത്തിൽ മാത്രം അല്പം വ്യത്യാസമുണ്ടെങ്കിലും മറ്റേതൊരു മനുഷ്യനെയും പോലെയാണ്. എന്നാൽ മനുഷ്യനായി തീരേണ്ടത് എന്താണ് എന്നുള്ളത് തൻ്റെ വ്യക്തിത്വത്തിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ, ജീവിതശൈലിയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ളതായ ശ്രമത്തില് ക്രിസ്തുവായി മാറുകയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യമായി, ഐക്കണായി മാറുന്ന അനുഭവത്തിൽ തിരുശരീരക്തങ്ങൾ പോലെ ഒരു കൗദാശിക സാന്നിധ്യമായി പുരോഹിതൻ മാറുകയാണ്. മനുഷ്യനെ കുറിച്ചുള്ള ഈ ദർശനം എത്ര തിയോളജിക്കലായിട്ട് പറഞ്ഞാലും എൻ്റെ അച്ഛനിൽ അതിൻ്റെ അംശങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ എങ്ങനെ അതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന സാധാരണ ആളുകൾ ധാരാളമുണ്ട്. മറ്റൊരു ദൈവശാസ്ത്ര ബോധ്യവും ചിന്തയുമാണ് ദൈവരാജ്യോന്മുഖമായിരിക്കുന്ന സഭാചിന്ത എന്നുള്ളത്. എ കിങ്ഡം ഓറിയന്റഡ് എക്ലീഷ്യോളജി. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെൽഫ് സെന്റേർഡ് എക്ലീഷ്യോളജി ആയിരിക്കും. സഭ നിലനിൽക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. പണ്ടത്തെ ചിന്ത ദൈവരാജ്യത്തിലേക്ക് ഈ ലോകത്തിനപ്പുറം, ചരിത്രത്തിനപ്പുറം മനുഷ്യരെ കൊണ്ടുവന്നെത്തിക്കുന്നതായ
ഒരു പ്രസ്ഥാനം മാത്രമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് കുറേയും കൂടെ ദൈവശാസ്ത്ര ചിന്തകളിൽ ശക്തമായി വന്നിട്ടുള്ള ഒരു ആശയമാണ് ഈ ചരിത്രത്തിലേക്ക് തന്നെ ദൈവരാജ്യ അനുഭവത്തെ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു പ്രതീകവും ഉപകരണവുമാണ് സഭ എന്നുള്ളത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനായിട്ട് കർത്താവ് പഠിപ്പിച്ചു. പ്രയോറിറ്റി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇതായിരുന്നു യേശുവിന്റെ പഠിപ്പിക്കലിൽ നിറഞ്ഞു നിന്നിരുന്നതായ കാര്യം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ 2 പള്ളികൾ തമ്മിലുള്ളതായ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. എൽമോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പള്ളി, അവിടെ അഭിമന്യ ബർണബാസ് തിരുമേനി കടന്നു ചെന്നപ്പോൾ ഗോബായ്ക്ക് വിളിച്ചപ്പോൾ ആ പള്ളിയിലുള്ള കുറെ ആളുകൾ കൂടെ തിരുമേനിയുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. അവർ മറ്റൊരു പള്ളി സ്ഥാപിച്ചു. ഈ 2 പള്ളികളും തമ്മിൽ കേസായി, സുപ്രീം കോടതിയിൽ വരെ വന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ അവിടുത്തെ വൈദികരെ കണ്ട സന്ദർഭത്തിൽ അവരോട് ഒരു റിക്വസ്റ്റ് വെച്ചു, നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. എൻ്റെ അച്ഛാ, എത്രയോ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. തിരുമേനിമാരൊക്കെ ഒത്തിരിയും പറഞ്ഞു, ഇത് നീ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഇതിങ്ങനെ തീരുവുള്ളൂ. അല്ല, എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം, പരിശുദ്ധാത്മാവ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ ഇന്നൊക്കെ പറഞ്ഞ അവസാനം ബഹുമാനപ്പെട്ട സാമുവേൽ കോറപ്പിസ്കോപ്പാച്ചനും ബഹുമാനപ്പെട്ട യേശാസൻ കോറപ്പിസ്കോപ്പാച്ചനും 2 പള്ളിയിലെ ആളുകളുമെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥനാപൂർവ്വം ചർച്ച നടത്തി. ആദ്യത്തെ സിറ്റിംഗിൽ കൈവെക്കുന്ന രീതിയിലേക്കുള്ള അനുഭവങ്ങളുണ്ടായി. വളരെ ചുരുക്കി പറയുകയാണ്, 3 സിറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ തക്കവണ്ണമുള്ളതായ തീരുമാനം ധാരണയായി. അഭിമന്യ ബർണബാസ് തിരുമേനിയെ എൽമോണ്ട് പള്ളിയിലേക്ക് തിരിച്ച് കൊണ്ടുപോയി. ആ സമയത്ത് പിരിഞ്ഞു മാറി നിന്നിരുന്നതായ പള്ളിക്കാരെയും വിളിച്ചു. തിരുമേനിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നവർ കൂടി, ആളുകളെല്ലാം കൂടി അവിടെ നിന്റെ രാജ്യം വരേണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു ഉത്തരം കാണാൻ പുതിയ തലമുറകൾക്കും വ്യക്തമായിട്ട് കഴിഞ്ഞതുകൊണ്ട് അനേകർ സന്തോഷിച്ചു. ഈ വിശ്വാസത്തിൽ വീണ്ടും ഉറച്ചു നിന്ന് പോകാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. 7-8 വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്ന ചേട്ടാനിയന്മാർ ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാനായിട്ടിടയായി. നമ്മൾ ഈ രാജ്യത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹമായിട്ട്, അതിൻ്റെ പുരോഹിതരായിട്ട് നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇത് സാധ്യമായിട്ട് തീരും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സാധിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ ദൈവരാജ്യത്തിന്റെ വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാനായിട്ടുള്ള ഇടയന്റെ സ്നേഹപൂർവമായിരിക്കുന്ന അന്വേഷണം പ്രധാനപ്പെട്ടതാണ്. തള്ളിക്കളയുന്നതല്ല. കുറവുകളുള്ളവരെ, പാപികളെ പലപ്പോഴും മാറ്റി നിർത്താനും അങ്ങനെ സമാധാനം ഉണ്ടാക്കാനുമുള്ളതായ ഒരു ടെംപ്റ്റേഷൻ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ അന്വേഷിച്ചു പോയി കണ്ടെത്തി വീണ്ടും അവരെ രൂപപ്പെടുത്തി ക്രിസ്തുവിൽ വളർത്തുവാനും പൂർണ്ണതയിലേക്ക് നയിക്കുവാനും വിളിയാണ്. കുറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടയം ഭദ്രാസനത്തിൽ നിലക്കപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നതായ എണ്ണശ്ശേരിലെ വല്യച്ഛന് സ്ഥലത്തെ റൗഡിയുടെ ഭാഗത്തു നിന്നൊരു വെല്ലുവിളി ഉണ്ടായി, ഭീഷണിയുണ്ടായി. അവസാനം കഷ്ടാനുഭവിച്ച നടത്തുന്ന സമയത്ത് പോലീസ് സംരക്ഷണം പോലും സ്വീകരിക്കേണ്ടതായ സാഹചര്യം വന്നു. ഒടുവിൽ ഈസ്റ്ററിന്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ ആ വന്യവയോധികനായ ആ ശ്രേഷ്ഠനായിരിക്കുന്ന വൈദികൻ ആളുകളോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഈസ്റ്ററൊക്കെ ആണല്ലോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ, ആ റൗഡിയുടെ വീട്ടിലാണ്. ആളുകൾ തമാശ പറയുകയാണെന്ന് ചിന്തിച്ചു. അച്ഛൻ പോയി മുട്ടി വിളിച്ചു, വാതിൽ തുറന്നു. ഞാൻ നിന്റെ കൂടെ ഈസ്റ്ററിന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആ വ്യക്തി അച്ഛൻ്റെ കാൽക്കൽ വീണു, കണ്ണു നിറഞ്ഞു, വീട്ടിലേക്ക് ക്ഷണിച്ചു. എപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രായോഗികമായി പെട്ടെന്ന് ലഭ്യമാകുന്നൊന്നും പറയുന്നില്ല. ഇതൊരു വലിയ വിളിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്നുള്ളതായ ഒരു ബുക്ക് 2 സെമിനാരികളിലും പല വൈദികർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയുണ്ടായി. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എഴുതിയിരിക്കുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഒരിക്കലൊരു ഹോട്ടലിൽ കയറിയപ്പോൾ
അതിൻ്റെ വാതിലിലേക്ക് കടന്നു വന്നതായ ഒരു തെരുവ് ബാലനെ ഹോട്ടലിലുള്ള ആളുകൾ ഓടിക്കുന്നത് കണ്ടു. ആ ചെറുപ്പക്കാരൻ്റെ പുറകെ ഓടിയെത്തി അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഫുൾട്ടൻ ജെ ഷീന് കാര്യം മനസ്സിലാക്കുന്നത്. സഭ നടത്തുന്ന ഒരു സ്കൂളിൽ നിന്ന് ചില പ്രശ്നത്തിന് ഈ പയ്യനെ ഇറക്കി വിട്ടതാണ്. അവനെയും കൊണ്ട് ആ സ്കൂളിലേക്ക് ചെന്നു. അവിടുത്തെ അച്ഛനെ കണ്ടു, കന്യാസ്ത്രീയെ കണ്ടു, സംസാരിച്ചു. അവരാദ്യം തിരിച്ചെടുക്കാനായിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ ബിഷപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, പണ്ടിതുപോലെ 3 പേരെ ഇറക്കി വിട്ടു. അവർ ഈ ലോകത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ്. ഒരാള് ക്ലാസ്സിൽ അലസമായിരുന്നതിനും മറ്റൊരാള് ക്ലാസ്സിൽ അലക്ഷ്യമായി ചിത്രം വരച്ചുകൊണ്ടിരുന്നതിനും മറ്റൊരാൾ സ്കൂളിൽ മറ്റു ചില അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനും പെട്ടെന്ന് ഇറക്കി വിട്ടതാണ്. ഇതിൽ ഒരാള് ഹിറ്റ്ലറും മറ്റൊരാള് മുസോളിനിയും വേറൊരാള് സ്റ്റാലിനുമായിരുന്നു. അത് സഭാസ്ഥാപനത്തിൽ നിന്നായിരുന്നു, സഭ നടത്തുന്ന സ്കൂളുകളിൽ നിന്നായിരുന്നു അവരെ ഇറക്കി വിട്ടത്. അവരെ അന്ന് വേണ്ട രീതിയിൽ ഒന്ന് രൂപപ്പെടുത്തുവാനും സ്നേഹപൂർവ്വം പരിഗണിച്ച് മാറ്റിയെടുക്കാനും തക്കവണ്ണം ആ വൈദികർക്ക് സാധ്യമാകാതിരുന്നത് കൊണ്ട് ലോകത്തിന്റെ തന്നെ ചരിത്രഗതികൾ മാറിപ്പോയതിനെ കുറിച്ചൊക്കെ ഈ ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്കൂളുകാർ ഇവനെ തിരിച്ചെടുക്കാൻ തക്കവണ്ണം തീരുമാനിച്ചെടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ഒരു വൈദികനായി ശ്രേഷ്ഠനായ ഒരു മിഷണറിയായി തീർന്നതിനെ കുറിച്ചും കൂടെ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാപികളെ അന്വേഷിച്ച് രൂപപ്പെടുത്തുന്ന, അല്ലെ പാപികളെന്ന് ലോകം മുദ്ര കുത്തുന്ന മനുഷ്യരെ തള്ളിക്കളയാതെ സ്വീകരിച്ച് രൂപപ്പെടുത്തുന്നതായ ഒരു വലിയ വിളിയാണിത്. അതുപോലെ ദരിദ്രരോടുള്ളതായ കരുതലിന്റെ ഒരു വിളിയും ദൗത്യവുമാണ് ഈ ദൈവരാജ്യോന്മുഖമായിരിക്കുന്ന സഭാചിന്തയിലുള്ളത്. ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തില് പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ആദിമ സഭയുടെ നേതൃത്വം വഹിച്ചിരുന്നതായ തൂണുകളായിരുന്ന യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ ഓർപ്പിക്കുന്നത്, എവിടെ സുവിശേഷ പ്രവർത്തനത്തിന് പോയാലും ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്നുള്ളതാണ്. അവർ തീരെ അവഗണിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ ഇത് ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് സ്വീകരിക്കാൻ ഇവിടെ നടക്കുന്ന പല ക്ലാസുകളിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം നൽകുന്ന ഒരു യുഗാന്ത്യ ചിന്തയെക്കുറിച്ച് കൂടെ അവസാനമായിട്ട് ഓർപ്പിക്കട്ടെ. മറ്റൊരു ശക്തമായിരിക്കുന്ന വിശ്വാസ ബോധ്യമാണ്, ദൈവശാസ്ത്ര ബോധ്യമാണിത്. പ്രത്യാശയാർന്ന ഒരു യുഗാന്ത്യ ചിന്ത. ഇത് പലരും ദുരുപയോഗപ്പെടുത്തി. ഇതിനു ശേഷവും സുഖമായ അനുഭവം. ഇവിടെ എല്ലാ സമൃദ്ധിയുമുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെന്ന പോലെ ആ ധനവാനും പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതിനുശേഷം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുപാടുന്ന ഒരു അനുഭവം യേശു തമ്പുരാൻ വളരെ പരുഷമായ രീതിയിൽ ആ ഉപമയിലൂടെ വരച്ചു കാണിക്കുന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധനായ ക്രിസോസ്റ്റം എത്രയോ പ്രസംഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. യുഗാന്ത്യ ചിന്ത ചരിത്രത്തിലുള്ള ശക്തമായിരിക്കുന്ന ഇടപെടലുകളിന് കുരിശെടുത്ത് പ്രവർത്തിക്കാൻ തക്കവണ്ണം പ്രേരണ നൽകേണ്ടതാണ്. യുഗാന്ത്യ ദർശനം പ്രത്യാശയുടെ ചിന്തയും ഈ ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ തക്കവണ്ണം ശക്തീകരിക്കേണ്ടതാണ്. സ്ഥാനമാന പദവികളോടുള്ളതായ ഒരു നിസ്സംഗത വളർത്താൻ തക്കവണ്ണം ന്യായവിധിയെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്ത പ്രേരണ നൽകേണ്ടതല്ലേ കാര്യമായിട്ട് എടുക്കുന്നെങ്കിൽ? സകലത്തെയും ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുന്ന ക്രിസ്തുവിനെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിലും വിശുദ്ധി ആരാധനയിലും എല്ലാം നാം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവിടെയെങ്കിലും ചെറിയ സമൂഹങ്ങളിലെ ഒരല്പസ്ഥാന നഷ്ടം വലിയ വേദനയോടെ കരുതുകയും ഒരു കല്ലിൽ എഴുതപ്പെടാതെ പോകുന്നത് ഒരു വലിയ നഷ്ടമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവത്തിൽ ഈ ദൈവശാസ്ത്ര ബോധ്യവും ജീവിതശൈലിയും തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യമില്ലേ എന്നുള്ളത് നാം ഓർക്കേണ്ടതായ കാര്യമാണ്. അവസാനമില്ലാത്തതായ രാജ്യമെന്നൊക്കെയാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നത്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതായ ഭരണങ്ങളും രാജ്യങ്ങളുമാണ്. ഈ സയന്റിഫിക് എസ്കറ്റോളജി പറയുന്നത് ഇപ്പോഴത്തെ സൂര്യന് 5 ബില്യൺ എന്ന് പറഞ്ഞാൽ 500 കോടി വർഷങ്ങളും കൂടെ അവശേഷിക്കുന്നു. ഈ പ്രപഞ്ചം ഒരു 100 കോടി വർഷങ്ങളും കൂടെ, അല്ല 100 ബില്യൺ വർഷങ്ങളും കൂടെ പോകുന്നു. കുറെ കഴിഞ്ഞ് ഇത്
ഒന്നുകിൽ തിരിച്ച് പഴയ ബിഗ് ബാങ്കിലേക്ക്, പോയിന്റിലേക്ക് കടന്നു വന്ന് കത്തി ചാമ്പലാകുന്നു. അതിനെയാണ് ബിഗ് ക്രഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് ഫ്രീസ് ചെയ്ത് പോകുന്നു. ഏതായാലും ഒരു വലിയ നാശത്തിന്റെ സൂചന മാത്രമാണ് ഈ ശാസ്ത്രചിന്തയിൽ പോലും അവസാനത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. തിരുവചനത്തിലുമൊക്കെ അങ്ങനെയുള്ള നാശത്തെക്കുറിച്ച് പറയുന്നെങ്കിലും പ്രളയത്തിനപ്പുറമുള്ളതായ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഈ പ്രതീക്ഷ ക്രൂശ് വഹിക്കുവാനായിട്ടുള്ളതായ പ്രേരണയും പ്രോത്സാഹനവും പ്രചോദനവുമാണ് ചരിത്രത്തിൽ നിലപാടുകൾക്കായിട്ട്. 4-5 വേദശാസ്ത്ര ചിന്തകൾ വളരെ ചുരുക്കമായിട്ട് ഒന്ന് പുനർവ്യാഖ്യാനം നടത്തുവാനായിട്ട് ശ്രമിച്ചത് കരുണയോടെ സൃഷ്ടി നടത്തിയ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ത്രിയേക സ്നേഹ സമൂഹമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളതായ ബോധ്യം, അനന്തമായ സാധ്യതകളുടെ മനുഷ്യനെ കുറിച്ചുള്ളതായ ദർശനം, ദൈവരാജ്യോന്മുഖമായ സഭാ ചിന്തയെക്കുറിച്ചുള്ളതായ ബോധ്യം, അതുപോലെ യുഗാന്ത ചിന്തയെക്കുറിച്ചുള്ള ബോധ്യം. ഇതൊക്കെ ചില സൂചനകൾ മാത്രമാണ്. ഇതുപോലെ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾ ഇന്നും പ്രസക്തവും അത്യാവശ്യവുമായിട്ടുള്ളത്, വളരെ റിച്ചായിട്ട് സമ്പന്നമായിട്ട് കിടക്കുന്നതായ ഒരാരാധനയും പാരമ്പര്യവും സംരക്ഷിക്കുന്നവരും അത് അവകാശപ്പെടുന്നവരുമാണ്. അതിനെ കുറേം കൂടെ കാലികമായി വ്യാഖ്യാനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ബോധ്യത്തിന്റെ വേരുകൾ ശക്തീകരിക്കപ്പെടുന്നത് അനുഭവത്തിലൂടെയാണ്, അനുഭവമുള്ള ആളുകളോടുള്ള ബന്ധത്തിലാണ്. അനുഭവം ആഴമായ അനുഭവമായി അനുഭവിക്കുവാനായിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന. അതിലുപയോഗിക്കുന്ന, ആവർത്തിച്ചുപയോഗിക്കുന്ന പദമാണല്ലോ സുറിയാനി പദം ശൗത്തോ പൂസോ. അത് കേവലം ഒരു ഓർമ്മ മാത്രമല്ല, ക്രിസ്തുവിൽ, ക്രിസ്താനുഭവത്തിൽ, ക്രിസ്തു സംഭവത്തിലുള്ളതായ ആഴമായിരിക്കുന്ന ഒരനുഭവമാണ്. ഇത് കുർബാനയിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ അതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വന്നവരെ അനുഭവിക്കുന്നതും ഇത് ബോധ്യപ്പെടുത്തുന്നതാണ്. യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുകയും അത് ആഘോഷപൂർവ്വം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ മരണകരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. മാസങ്ങളോളം അമൃത ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ അനേകരെ പ്രാർത്ഥിക്കുകയും പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. മരണവേദേശം അടുത്ത് കണ്ട സമയങ്ങളിൽ ഈ ഉയർപ്പിൻ്റെ ചിന്തയും, യേശുദമ്പുരാൻ ക്രൂശ് മരണത്തിലൂടെ ശൂന്യതയിലേക്ക് വീഴുകയില്ലായിരുന്നല്ലോ, മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യ അനുഭവമൊക്കെ എത്രമാത്രം ശക്തീകരിച്ചു, ബലപ്പെടുത്തി എന്നൊക്കെയുള്ളത് പറയുവാൻ അധികം സമയമില്ലൊന്ന് സൂചിപ്പിച്ച് വിടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രസക്തമായിട്ടുള്ളതായ വിഷയങ്ങൾ തന്നെയാണ്. അതുപോലെ ബോധ്യത്തിന്റെ വേരുകൾ ശക്തീകരിക്കുന്നത് ആവർത്തനമാണ്. Thought leads to action. Action, when it is repeated, it becomes habit. Habit leads to character and character decides destiny എന്ന് പറയാറുണ്ടല്ലോ. ആവർത്തിക്കപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. നമ്മളൊക്കെ ഓരോ കാര്യങ്ങളും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടത് ഏറ്റവും അധികം ആവർത്തിക്കുന്നവരാണ്. വിശുദ്ധ കുർബാന ഉൾപ്പെടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളെല്ലാം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അനുഗ്രഹകരമായ ആവർത്തന ആഘോഷമാണ്. അതുപോലെ ആപ്ലിക്കേഷനാണ് ബോധ്യത്തിന്റെ വേരുകൾ ബലപ്പെടുത്തുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ തക്കവണ്ണം കുരിശെടുക്കുന്ന അനുഭവത്തിലാണ് ഇത് നമുക്ക് സാധിക്കുന്നത്. സ്ലീബാ പെരുന്നാളിന്റെ സന്ധ്യയുടെ സെതറായിലെ 1-2 വാചകങ്ങൾ മാത്രം വിതരണത്തിൽ ഒന്ന് വായിക്കട്ടെ. നിന്റെ വചനം വഹിക്കുന്നവരെ നിന്റെ ഉപദേശ സ്ഥിരതയിൽ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ലോകത്തിനും ലോകം ഞങ്ങൾക്കായും കുരിശിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം തരണമേ. നിന്റെ പരിശുദ്ധ സ്ലീബായിൽ പ്രശംസിപ്പാൻ അന്ത്യശ്വാസം വരെ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അന്ത്യശ്വാസം വരെയും നിന്റെ സ്ലീബായിൽ പുകഴുവാനുള്ളതായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആപ്ലിക്കേഷൻ എന്തെങ്കിലും സാധിക്കുന്നത്
ഈ സ്ലീബാനുഭവത്തിലൂടെ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ബോധ്യത്തിന്റെ വേരുകളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവാണ് സത്യത്തിലും ജ്ഞാനത്തിലും ഈ ബോധ്യത്തിലും നമ്മളെ നിലനിർത്തി വളർത്തി ഇതിന്റെ സാക്ഷികളാക്കി മാറ്റുന്നത്. 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധനായ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ പിതാവ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിരിക്കുന്ന തിയോളജിക്കൽ ഒറേഷൻസിൽ 2-ാമത്തെ പ്രസംഗത്തില് പറയുന്നുണ്ട്, ദൈവവചനം പരികർമ്മിക്കുന്നതിന് ഇപ്പോഴും എപ്പോഴും വിശേഷിച്ചു വേണ്ടത് പരിശുദ്ധ റൂഹായുടെ സഹായമാണ്. അവനാൽ മാത്രമേ ദൈവത്തെ സംബന്ധിച്ചുള്ള സത്യത്തെ ഗ്രഹിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ആശ്ലേഷിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. നമുക്ക് തലകുനിക്കാം പെന്തിക്കോസിക്കായി, പരിശുദ്ധാത്മ നിറവിനായിട്ട്. ശക്തിയോടെ നമ്മൾ എഴുന്നേൽക്കും. എന്തിനായി? ആർത്തിയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും മുമ്പാകെ തലകുനിക്കാതെ നിൽക്കുവാനും സാക്ഷ്യം കൊടുക്കാനും തക്കവണ്ണം പരിശുദ്ധാത്മ നിറവിൽ നമുക്ക് ശക്തിയോടെ എഴുന്നേൽക്കണം. അതോടൊപ്പം ശക്തിയോടെ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് തീരാനായിട്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്. യേശു അത് വളരെ വ്യക്തമായിട്ട് അവസാനം പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിന്റെ അന്ത്യത്തോളം സാക്ഷികളാകും. യേശു തലകുനിച്ച് നിലത്തെഴുതിക്കൊണ്ടിരുന്നു, നിവർന്നു നിന്നു. ആ സമൂഹത്തിന്റെ കാപട്യത്തിനെതിരെ നീതിയുടെ പ്രവാചകനായിട്ട് ശക്തമായ ഭാഷയിൽ ഇടപാടുകൾ നടത്തി. നമുക്ക് തലകുനിക്കാം, വീണ്ടും പരിശുദ്ധാത്മ ശക്തിയോടെ എഴുന്നേൽക്കണം. ഈ ലോകത്തിന്റെ ദൂർത്തിന്റെ സുഖഭോഗാനുഭവങ്ങളുടെ ആർത്തിയുടെ സംസ്കാരത്തിന്റെ മുമ്പാകെ തലകുനിക്കാതെ നിന്നുകൊണ്ട് ശക്തിയോടെ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ റൂഹ നമ്മെ ആ വിധത്തിൽ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി തുടർന്നും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അവസരം ലഭ്യമായതിലുള്ളതായ നന്ദിയും കടപ്പാടുകളും വൈദിക സംഘം ഭാരവാഹികളോട് അതുപോലെ നിങ്ങളോടെല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.